മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം, കഥയുടെയും തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും അതിനെല്ലാം ഉപരി അഭിനയത്തിന്റെ സമോഹന മുഹൂർത്തങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയത്തിന്റെ ലളിത സുഭഗ പാഠങ്ങൾ നമുക്കായി നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ട താരം ധ്യാൻ ശ്രീനിവാസൻ ഇന്നിതാ ഈ വേദിയെ വർണ്ണശബളമാക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നൽകാം നിര കൈയടികൾ ഹർഷാരവങ്ങളോടെ ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തിനെ സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹം സ്മരിക്കുന്ന ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം, സുസ്വാഗതം. നമുക്ക് ഈ ചടങ്ങ് പ്രകാശപൂരിതമായി തന്നെ ആരംഭിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വിശിഷ്ടാതിഥി ശ്രീ ധ്യാൻ ശ്രീനിവാസൻ സാറിനെയും അതോടൊപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികളെയും നിലവിളക്ക് കൊടുത്തി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. പ്രസിപ്പിക്കുന്ന ഭാവങ്ങളും അതോടൊപ്പം തന്നെ നർമ്മരസവും സമഞ്ജസ സമ്മേളിതമായി നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യുവതാരം ശ്രീ ധ്യാൻ ശ്രീനിവാസൻ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. നമസ്കാരം. പോയി വീട്ടിലൊന്ന് കയറി. ഇവിടെ ശാസ്ത്രമൊക്കെയാണ് താമസിച്ചപ്പോ ഏകദേശം 2 വർഷമായി. അപ്പോ കുറെ ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിയിട്ട് വരാന്ന് വെച്ചു. അതുകൊണ്ട് ഒന്ന് കയറിയിട്ട് വന്നതുകൊണ്ട് ഒന്ന് താമസിച്ചു. എന്തായാലും ഇങ്ങനൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന്, ഇങ്ങനൊരു ഇനോഗ്രേഷന് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പം ഒരുപാട് എന്റെ ആദ്യത്തെ ഉത്ഭവമാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ വലിയ സന്തോഷം. അതൊരു എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് വർഷം മുന്നേ തമിഴ്നാട്ടില് എനിക്കൊന്ന് കോയമ്പത്തൂർ സേലം ഭാഗത്താറ്റം പേപ്പറിൽ വായിച്ചൊരു വാർത്തയാണ്. അവിടെ ഒരു വലിയ സ്കാം ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ച് ആൾക്കാരുടെ കൂടെയിട്ട്, അവിടുത്തെ അല്ല പുറത്തുള്ള കുറച്ച് ആൾക്കാരെ കൂടെ ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് ഏതോ നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്ന് തോന്നുന്നത്. ഇതൊരു ബാങ്കിന്റെ ഫ്ലക്സ് വയ്ക്കുന്നു, അവര് ഇത് ചെയ്യുന്നു, അവര് അക്കൗണ്ട്സ് തുടങ്ങുന്നു, പരിപാടി. ആൾക്കാരെ വായിച്ചിട്ടുണ്ടാവും കുറെ പേരൊക്കെ. അതിനെ ബേസിൽ ഞങ്ങളൊരു സിനിമ ചെയ്തിരുന്നു, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അങ്ങനെ ആ നാട്ടിലെ മൊത്തം ആൾക്കാരെയും പറ്റിച്ചിട്ട് ഇവര് ഒന്ന് പോയിക്കളഞ്ഞു. അങ്ങനെ എന്നുവെച്ചാൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നു ആൾക്കാര് നാട്ടിൽ. കാരണം ഭയങ്കര റൂറൽ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പോയിട്ട് ആ നാട്ടിലൊരു പുതിയൊരു ബാങ്ക് വരുന്നതോടുകൂടി അവരൊക്കെ പോയിട്ട് ഈ ബാങ്കിലേക്ക് പോയി പൈസ നിക്ഷേപിക്കുകയും അവരുടെ സേവിങ്സ് ഒക്കെ കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ കൊണ്ടാണ് ബാങ്കിലെ മൊത്തം ടീം നാട് വിട്ടു. അപ്പൊ ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നു, അപ്പൊ അങ്ങനെ ഇത് തമിഴ്നാട്ടിൽ നടക്കും, നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അതിന് വ്യക്തമായ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരു സംരംഭം ഇങ്ങനെയുണ്ടോ കാരണം തന്നെ നമുക്ക് എല്ലാത്തിനും കൂടെ ഒരു സംശയമാണ്. ഇത് ശരിയാണോ? ഇതെന്താ പരിപാടി? കാരണം എല്ലാത്തിനും കൂടെ ഒരു സംശയം ഉണ്ടാവും. ഇതെന്താ തട്ടിപ്പാ? ആദ്യം നമ്മൾ ആ കണ്ണിലൂടെ എന്തൊരു സംരംഭം തുടങ്ങുവാണെങ്കിലും അതൊരു ചെറിയൊരു ജ്യൂസ് കട ആയിക്കോട്ടെ, ഇവര് ഒറിജിനൽ ആയിക്കോട്ടെ, എല്ലാത്തിനോടുള്ളൊരു സംശയവും ഒരു ഇതും. അതുകൊണ്ട് തന്നെ ഈ നാട്ടില് ഇവരിങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ എത്രയും സംശയാലുക്കളായിട്ടുള്ള എത്രയും പ്രശ്നക്കാരായിട്ടുള്ള മലയാളികൾക്കിടയിൽ, അതും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ
കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും അറിവും അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസും ഈ സംരംഭത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരമുള്ള ഉടായ്പ പരിപാടികളൊന്നും തന്നെ അധികാരം നിൽക്കില്ല, ചെലവാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ ഒരുപാട് എണ്ണമുണ്ട്. അതും RBIയുടെ അണ്ടറിലല്ലേ, RBIയുടെ ഇതിൽ തന്നെ വരുന്നതാണ്. അതിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു റിസർച്ചും ഒരു പഠനമൊക്കെ നടത്തിയതിന്റെ പുറകിൽ ഇവരുടെ അടുത്ത എഫേർട്ടൊക്കെ എന്തായാലും ഭീകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംരംഭം തീർച്ചയായും വിജയിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി. നന്ദി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കഥാതന്തുവാണ് ഇവിടെ വിവരിച്ചു തന്നത്. പക്ഷെ അദ്ദേഹം തന്നെ നമുക്കിത് ഉറപ്പ് നൽകിയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഉദ്യമം മുന്നോട്ട് പോകുമെന്നത്. ആ വാക്കിന്റെ ഒരു വിശ്വാസതയിൽ തന്നെ നമുക്ക് ഇന്നത്തെ നീൽ ഗഗൻ ഫൈനാൻസ് ലിമിറ്റഡിന്റെ ഈ ഒരു ജൈത്രയാത്രയ്ക്ക് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരാം. അടുത്തതായി ഈ ചടങ്ങ് നീൽ ഗഗൻ ഫൈനാൻസ് ലിമിറ്റഡിന്റെ വിജയഗാഥയിലേക്കുള്ള ഈ ഒരു റിബൺ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ താരം ശ്രീ ധ്യാൻ ശ്രീനിവാസനും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ചേർന്ന് നിർവഹിക്കുന്നത്.